ഇന്ന് നമ്മളൊരു സർപ്രൈസ് യാത്രയാണ്. അധികം ആരും അറിയപ്പെടാത്ത ഖത്തറിലെ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോകണം നമ്മൾ. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ കണ്ണുകൊണ്ട് മിൽക്കി വേ കാണാം. അതായത് ഖത്തറിലെ അധികം പൊല്യൂട്ടഡ് ആവാത്ത ഒരു ഡെസേർട്ട്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും അറിയത്തില്ല സ്ഥലത്തിനെ പറ്റി. ആകെ ഒരു 2 ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ പോയിട്ടുള്ള 1-2 ഫോട്ടോസ് മാത്രമേ കാര്യമായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ നേരിട്ട് തന്നെ ചെന്ന് നോക്കാം. നമ്മളിതാ നബീലിൻ്റെ വണ്ടിയിൽ ഞങ്ങൾ 6 പേരാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ രാത്രി ഏകദേശം 2 മണിയോട് അടുത്തായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബാക്കിയൊക്കെ വഴിയെ കാണാൻ കാഴ്ചകളെല്ലാം. ഈ സ്ഥലത്തിന് നമ്മൾ അന്വേഷിച്ചപ്പം വേറൊരു പ്രത്യേകത ഉണ്ട്. പ്രേതങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പിന്നെ പോയിട്ട് തിരിച്ചു വരുമോ എന്തോന്നുള്ളതൊക്കെ നമുക്ക് അവിടെ എത്തിയാൽ അറിയാം. ഈ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ്. മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി ഓഫ് റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടൊരു 15 കിലോമീറ്റർ ദൂരം റോഡില്ല, കംപ്ലീറ്റ് ഓഫ് റോഡ് തന്നെയാണ്. എവിടെ എത്തുന്നു നമുക്ക് വഴിയെ കാണാം. എന്തോ ഫുൾ വിജിലൻസ് സ്ഥലം കൂടെയാണ്. നമ്മളിപ്പോ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5-6 കിലോമീറ്റർ ഓഫ് റോഡ് വന്നു. ഇനി ഒരു 10 കിലോമീറ്ററോളം കംപ്ലീറ്റ് ഓഫ് റോഡ് ഉണ്ടെന്നാണ് പറയുന്നത്. വേറെ ആരും ഈ ഏരിയയിലേക്ക് കണ്ടില്ല. റോഡ് ഇതേപോലെ ടാർ ചെയ്യാത്ത റോഡാണ്. ഇത്രയും നേരത്തെ റൈഡ് വളരെ പേടിപ്പെടുന്ന ഒന്നാണ്. ഇവിടെ ഒരു പള്ളിയുണ്ട്. പള്ളി 10-25 കൊല്ലത്തോളമായി ആരും പള്ളിയിൽ കയറാറൊന്നുമില്ല. നമ്മൾ വരുന്ന വഴിയിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം പൊളിഞ്ഞെടുക്കുകയാണ്. റോഡ് പണ്ട് ടാറിട്ട റോഡാണ്, പക്ഷെ ടാറിൻ്റെ ഒന്നും കാണാനില്ല. ഇപ്പം ബാക്കിയൊക്കെ നമുക്ക് പകലെടുക്കാതെ പള്ളിയുടെ രാത്രി വ്യൂ ആണിത്. ഇതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് പള്ളിയിൽ, പക്ഷെ ഇപ്പോൾ ആരും ഇല്ല. നമുക്ക് കൂടുതൽ വീഡിയോസ് നേരം വെളുത്തതിന് ശേഷം കാണാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് സമയം കൂടിയുള്ളൂ. എന്തായാലും നമുക്ക് കാണാം. വിജൃംഭിച്ച സ്ഥലമാണിത്. ഒരാളും മനുഷ്യനും ഇവിടെ ഇല്ല. അത് പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലം തന്നെയാന്ന് പറയും. നമുക്ക് ഇവിടെ തികച്ചും പഴയ സ്ഥലം. നിങ്ങൾ വരുന്ന വഴിക്കൊക്കെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ പൊട്ടി വീണിട്ട് നമ്മൾ കാണാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. മഴ ചെറുതായിട്ട് പൊടിയാണ്. നമുക്ക് വണ്ടിയിലേക്ക് പോകാം. ഇവിടെ റോഡ് കാണാനില്ല. പിന്നെ അതേപോലെ പഴയ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ട് നമുക്ക് മിൽക്കി വേ തന്നെയാണ് തോന്നുന്നത്, കാണുന്നുണ്ട്. പക്ഷെ എന്താണ്, കറുത്ത വാവിന് വന്നാലാണ് ശരിക്കും മിൽക്കി വേ കാണുക. ഇപ്പോൾ കറുത്ത വാവ് കഴിഞ്ഞിട്ട് 3-4 ദിവസം ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. എന്നാലും ചെറുതായിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാം. പക്ഷേ മൊബൈൽ ക്യാമറയിൽ നമുക്കത് കിട്ടുന്നില്ല. നമ്മളിപ്പം എക്സാക്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കടൽ നമുക്കിപ്പം ഇവിടെ ചെറുതായിട്ട് മിൽക്കി വേ കാണാം, പക്ഷേ ഫോണിൽ നമുക്കൊന്നും ഇത് കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ ക്യാമറയിൽ കിട്ടുമോ നോക്കട്ടെ. ഇത് ഞാനിപ്പോൾ ക്യാമറയിലെടുത്ത ഫോട്ടോസാണ്.
ചെറിയ രീതിയിലുണ്ട്. നമ്മളുടെ ക്യാമറ ഹൈ എൻഡ് ക്യാമറ അല്ലാത്തതുകൊണ്ട് അധികമൊന്നും ക്ലിയർ ആയിട്ടില്ല. എങ്കിലും ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു മിൽക്കി വേ. ശരിക്കും മിൽക്കി വേ കാണണമെങ്കിൽ നമുക്കിന്ന് കറുത്ത വാവിന് വരണം. നമ്മളിതാ ലൊക്കേഷനിൽ തന്നെയാണുള്ളത്. നമ്മൾ കറുത്ത വാവിന് വന്നാലാണ് മിൽക്കി വേ നന്നായിട്ട് കാണാൻ പറ്റും. നമ്മളിന്നലെ ചെറിയ രീതിയിൽ മിൽക്കി വേ തന്നെയാണെന്ന് തോന്നുന്നത്. നമ്മളുടെ ഇത് ഡൗട്ട് ഇനിയിപ്പോൾ ക്ലിയർ ചെയ്യണമെങ്കിൽ അടുത്ത കറുത്ത വാവിന് വരണം. ഇന്നിപ്പോൾ കറുത്ത വാവ് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞുകൊണ്ട് അധികം ക്ലിയർ അല്ലായിരുന്നു. എങ്കിൽ നമുക്ക് അടുത്ത കറുത്ത വാവിന് ഒന്നുകൂടെ വന്ന് നോക്കാം. ഞങ്ങളിതപ്പോൾ രാത്രി എത്തിയതാണ് ഇവിടെ. ഇപ്പം ഏകദേശം നേരം വെളുത്തുകൊണ്ടിരിക്കുന്നു. ഇത് ഖത്തറിൻ്റെ ബോർഡറാണ്. ഖത്തർ ബഹ്റൈൻ ബോർഡറായിട്ട് വരും. ഇതാണ് നമ്മളുടെ ബോർഡർ വരുന്നത്. നമ്മളിന്നലെ രാത്രി വന്നിട്ട് വിടാൻ നിന്നത് ഖത്തർ ബഹ്റൈൻ ബോർഡറാണിത്. ഇതാ നേരം നല്ല പോലെ വെളുത്തുണ്ട്. സമയം എത്ര? 5 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നലെ രാത്രി നമ്മൾ കണ്ട് പള്ളിയുടെ അടുത്തേക്ക് പോകാം. പള്ളിയുടെ പകൽ കാഴ്ചകൾ നമുക്ക് കാണാം. ഒരുപാട് പഴക്കമുള്ള പള്ളിയല്ലേ, നമുക്കൊന്ന് പകൽ തന്നെ കാണാം. രാത്രി വന്ന റോഡാണിത്. ഒരു സൈൻ ബോർഡോ ഒന്നുമില്ലാതെ വേറൊരു ഗൂഗിൾ മാപ്പ് വെച്ച് മാത്രം വന്നതാണ്. ഒന്നുമില്ല, കിലോമീറ്റർ ദൂരത്ത് ഒന്നുമില്ല. നമ്മൾ ഇന്നലെ രാത്രി വന്ന റോഡുകളാണ്. വളരെ ഓഫ് റോഡിങ് 4 വീൽ വണ്ടികൾക്ക് മാത്രമേ വരാൻ പറ്റൂ.
ഇന്നലെ രാത്രി പറഞ്ഞ പള്ളിയാണിത്. ഒരുപാട് കാലമായിട്ട് ഇപ്പം നിസ്കാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അടഞ്ഞെടുക്കുകയാണ്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും മൊത്തം നിഗൂഢതയുള്ള പോലെയാണ്. കുറേ പഴയ ബിൽഡിങ് കാണാം, ഒരുപാട് ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട്, എല്ലാം പൊളിഞ്ഞെടുക്കുകയാണ്. അങ്ങോട്ടേക്കുള്ള അതേപോലെ റോഡും ഇപ്പോഴില്ല. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ടാറിൻ്റെ അവശിഷ്ടങ്ങൾ കാണുന്നെങ്കിലും ബാക്കിയെല്ലാം വെറും കല്ല് പാകിയ റോഡ് മാത്രമാണ്. പഴയ ഒരു ഈത്തപ്പന തോട്ടമാണിത്. തോട്ടമൊക്കെ മൊത്തമായിട്ട് നശിച്ച് കിടക്കുകയാണ്. പക്ഷെ പഴയ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇപ്പോഴും അതേപോലെ ഉണ്ട്. ചിലത് ചെരിഞ്ഞ് വീണിട്ടുണ്ട്. പഴയ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെയാണ്, ഒക്കെ എല്ലാം താഴെ വീണ് കിടക്കുകയാണ്. ഇവിടെ അതാണ്, റോഡുകളൊന്നും കാണാനില്ല. പഴയ ടാറിട്ട റോഡുകളൊക്കെ ഒലിച്ചു പോയതാണോ എന്താണെന്നറിയില്ല. റോഡുകളൊന്നും ഇല്ല ഇവിടെ. ഡെസേർട്ടിൽ വന്ന ഒട്ടകത്തിനെ കാണാം. അങ്ങനെ നമ്മളിപ്പം തിരിച്ച് വരുന്ന വഴിയിൽ ഒരുപാട് ഒട്ടകങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തിരിച്ചു വരുന്ന റൂട്ടിൽ റോഡ് സൈഡിലായിട്ട് ഒരുപാട് പഴയ വണ്ടികൾ നിർത്തിയിട്ട് കണ്ടിട്ടുണ്ട്. ഒരുപാട് പഴയ ട്രക്കുകളാണ്. നമുക്ക് അടുത്ത് വരെ കാണാം. ഷെയ്ക്കിൻ്റെ വണ്ടികളാണ്. മജ്ലിസാണ് പുറകിൽ കാണുന്നത്. ഖത്തറിലെ റോഡുകളുടെ ഒക്കെ പ്രത്യേകതയാണ്, റോഡിലെ എല്ലാ റോഡുകളിലും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അതേപോലെ ഈ റോഡിന് സമാന്തരമായിട്ടാണ് സൈക്കിൾ ട്രാക്കുള്ളത്. സൈക്കിൾ ട്രാക്കിൻ്റെ ലൈറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്റുകളൊക്കെ. അവിടെ അതിനപ്പുറം സൈക്കിൾ ട്രാക്ക് ഉണ്ട്, അതിലേക്കുള്ള ലൈറ്റുകളാണ് അതെല്ലാം. നമ്മളെ നാട്ടിലിപ്പോഴും സൈക്കിൾ ട്രാക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വരുമായിരിക്കും അല്ലേ. നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ തിരിച്ചെത്താനായിട്ട്